ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചെറുപയർ കഞ്ഞിയുടേതാണ്. മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കഞ്ഞിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ അര ബൗള് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മൾക്കതൊരു 100 ഗ്രാമിൽ താഴെ ഉണ്ടാവുള്ളൂ. ഇതൊരു 2 മണിക്കൂർ നമുക്കതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ വെള്ളം നികരെ ഒഴിച്ചിട്ടുണ്ട്. 2 മണിക്കൂർ നമ്മൾക്കതൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് അതേ ബൗളിൽ നമ്മൾ എത്ര ചെറുപയറാണോ എടുത്തത് അതിൽ ഇരട്ടി അരി എടുക്കുക. ഞാനിപ്പോൾ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്കത് നല്ലപോലെ കഴുകി വരാം. അപ്പോൾ അത് അരിയെല്ലാം നന്നായിട്ട് കഴുകി ചെറുപയറും കഴുകി ഒരു ബൗളിലേക്ക് ഒന്നായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം നമുക്ക് കഞ്ഞി ഉണ്ടാക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് 3/4 പാത്രം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 2 ആൾക്ക് കഴിക്കാനുള്ളൊരു ക്വാണ്ടിറ്റിയാണ്. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ചെറുപയറും അരിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാവർക്കും ഇത് വെക്കാൻ അറിയായിരിക്കും. എന്നിട്ട് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ കഞ്ഞി വെക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതാ വെള്ളമൊക്കെ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മളതിൻ്റെ ഫ്ലെയിമൊന്ന് കുറച്ചിട്ട് അതിലേക്ക് ഒരല്പം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂണിലും താഴെ ചെറിയ ജീരകം ചേർത്ത് കഞ്ഞി വെക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. നല്ലൊരു ഹെൽത്തിയാണ്. മഴക്കാലത്ത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുമായിരിക്കും. ഇതേപോലെ നമ്മളൊരു അല്പം തുറന്നിട്ട് മാത്രം അടച്ചു വയ്ക്കുക. എന്നിട്ട് നമുക്കൊരു 10-20 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 മുറി നാളികേരം ചിരവി വെച്ചിട്ടുണ്ട്. ഇതാ ഒരു 15 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾക്കിതാ കഞ്ഞി ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മളാ ചെറുപയർ സോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് അരിൻ്റെയും ചെറുപയറിൻ്റെയും വേവ് കറക്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നാളികേരം ചിരവിയതും കൂടി അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ BP ഷുഗറുള്ളവർക്കെല്ലാം നല്ല കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. മഴക്കാലത്ത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റും. എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ചെറുപയർ കഞ്ഞിയായിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. ഉപ്പ് വളരെ കുറച്ച് തന്നെ ചേർത്ത് ഉപയോഗിച്ചാൽ മതി. അതാണ് കൂടുതൽ ഹെൽത്തി ആവുക. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ അതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനത് വേറെ പ്ലേറ്റിലേക്ക് പാർത്തി കാണിച്ചു തരാം. അപ്പോൾ ചൂടുള്ള ഈ ചെറുപയർ കഞ്ഞി എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തിയാണ്. മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ അടിപൊളിയായില്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കാബേജ് തോരനുണ്ട്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.